ഹലോ നമസ്കാരം. ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നീല കത്തിരിക്ക ഇല്ലേ, ആ കത്തിരിക്ക കൊണ്ട് ഞങ്ങളുടെ ഒരു തമിഴ് രീതിയാണ് പൊരിച്ച കൂട്ടെന്ന് പറയും. പൊരിച്ച കൂട്ടെന്ന് ഉദ്ദേശിക്കുന്നത് വറുത്തരയ്ക്കണതാണ് കേട്ടോ. പൊരിച്ചെടുക്കുക എന്ന് പറയില്ലേ നമ്മൾ, അത് തന്നെ. അപ്പോൾ സാധാരണ തമിഴിൽ കൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങനെ പരിപ്പിട്ട് വെക്കില്ലേ, വറക്കാതെ വെക്കണത് സാധാരണ കൂട്ടെന്ന് പറയും. വറുത്തരച്ച് വെക്കുമ്പോൾ പൊരിച്ച കൂട്ടെന്ന് പറയും. അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കത്തിരിക്ക കൊണ്ട് പരിപ്പ് ചേർത്ത് പൊരിച്ച കൂട്ട് വെച്ചു. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ആദ്യം വറുക്കാനുള്ളതൊക്കെ റെഡിയാക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അത് ചൂടായിട്ട് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു 6-7 വറ്റൽമുളകും കൂടി ചേർത്ത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും കുറച്ച് കണ്ടില്ലേ, 1/4 സ്പൂണോളം കേട്ടോ ജീരകവും കുരുമുളകുമാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഇതിൻ്റെ ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ കുറച്ച് നാളികേരവും കൂടി ചേർത്തിട്ട് ആ ചട്ടിയുടെ ചൂടിലാണ് കേട്ടോ നാളികേരം ഞാൻ വറുത്തെടുക്കണത്. അപ്പോൾ ഒരു 1-2 മിനിറ്റ് നേരം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇരുന്നാൽ മതിയാവും. കാരണം ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി കഷ്ണം എന്ന് പറയുമ്പോൾ ഒരു 3 കത്തിരിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി തുമരപ്പരിപ്പ് ഇത് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം കത്തിരിക്കയും ആ തക്കാളിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ. അത് ഒന്ന് പകുതി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പരിപ്പ് ചേർത്താൽ മതിയാവും. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കി വയ്ക്കുകയാണ്. അപ്പോൾ കഷ്ണങ്ങൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഏകദേശം. ഇനി ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് ആ പരിപ്പ് വേവിച്ചതും കൂടി ചേർത്ത് ഒന്നും കൂടി തിളപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതും കൂടി കഴുകിയിട്ട് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് 1-2 മിനിറ്റ് നേരം കേട്ടോ ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. കാരണം ആ കഷ്ണത്തിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ, കുരുമുളകും ജീരകമൊക്കെ അരച്ചതല്ലേ. ഇനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ കടുക് വറുത്തിടാം. അപ്പോൾ കടുക്, ഉഴുന്നുപരിപ്പ്, ഉലുവ, പിന്നെ വറ്റൽമുളക്, പിന്നെ കുറച്ച് കായം, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയാട്ടോ വറുത്തത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കത്തിരിക്ക പൊരിച്ച കൂട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം ഇരിക്കട്ടെ. ഇനി ചോറുണ്ണാറാവുമ്പോൾ ഇതുപോലെ ഒഴിച്ച് കഴിക്കാം. അപ്പോൾ എത്ര കുറുകി വന്നു എന്ന് കണ്ടില്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാമേ.